ആകാശവാണി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നു. താന്തോന്നിക്കര പഞ്ചായത്ത് 7ാം വാർഡിൽ KRFന്റെ സ്ഥാനാർത്ഥി ദിവ്യ ഉണ്ണി 1255 വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വപ്നായിരുന്നു എന്റെ ദൈവങ്ങളെ, ഇത് സ്വപ്നായിരുന്നെങ്കിലും ഇത് ഫലിക്കണേ. എന്റെ ഭാര്യ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണേ. ഏതായാലും അവളോട് എന്ന് പറയാം. എടിയേ, നിങ്ങളിത് എവിടെ പോയി കിടക്കായിരുന്നു മനുഷ്യ? ഞാൻ അതൊക്കെ കിടപ്പുണ്ടായിരുന്നു. എടി, ഞാൻ ഒരു അടിപൊളി സ്വപ്നം കണ്ടു, നീ ജയിക്കണതായിട്ട്. സത്യം. നിങ്ങൾ ഇങ്ങനെ സ്വപ്നവും കണ്ടോണ്ട് കിടന്ന് ഉറങ്ങിക്കോ. ഒന്ന് വന്നിട്ട് പറഞ്ഞിട്ട് പോകാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എവിടെ പോണ നീ? ആഹാ, അത് കൊള്ളാം. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കണമെന്ന് കാണാൻ പോണോന്ന്. അമ്മ സുഖമില്ലാതെ തളർവാദം പിടിച്ച് കിടക്കണമല്ലേ? അമ്മ എങ്ങും എഴുന്നേറ്റ് പോകില്ല, അമ്മ അവിടെ കിടന്നോളും. ഇന്ന് ഇതാണോ ചെയ്യേണ്ടത്? എടി, ഇലക്ഷൻ വരുമല്ലേ, നമുക്കിന്ന് സ്കോഡിൽ ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഓരോ വീട്ടിലും കയറി ഇറങ്ങി നടക്കണം നമ്മള്. എന്റെ ചേട്ടാ, നിങ്ങളോട് ഒരു 1000 വട്ടം ഞാൻ പറഞ്ഞാണോ ഈ വനിതാ സ്ഥാനാർത്ഥി സ്ഥാനം എന്റെ തലയെ കെട്ടിവെക്കല്ലേന്ന്? എടി, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്ന്, ഞാൻ ജയിച്ച്, നമ്മൾ സുഖമായിട്ട് ജീവിച്ച്. ഇനി ഈ പ്രാവശ്യം വനിതാ സ്ഥാനാർത്ഥി വന്നോണ്ടല്ലേ നിന്ന് നിർത്തിയത്. എത്ര പേരെ തട്ടിത്തെറിപ്പിച്ചിട്ടാ നിന്ന് നിർത്തിയെന്നറിയാമോ? എനിക്ക് വയ്യ ഇങ്ങനെ ഓരോ വീട്ടിൽ പോയി കിടന്നോണ്ട് ഇങ്ങനെ തെണ്ടാൻ. നീ എന്താ പറഞ്ഞ, തെണ്ടാനോ? ആ, ഒരു തരത്തിൽ ഇതൊരു തെണ്ടൽ തന്നെ. ബിച്ചക്കാർ ഇങ്ങനെ തെണ്ടും, നമ്മളിത് ഇങ്ങനെ തെണ്ടും. എടി, നമ്മളിപ്പോ ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് ഈ വോട്ട് തെണ്ടിക്കഴിഞ്ഞാൽ, ഈ തെണ്ടികളെല്ലാം കൂടി നീ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന് നമ്മുടെ വീട്ടിൽ തെണ്ടാൻ വരും. അപ്പൊ നീ ആട്ടി ഇറക്കുകയോ ഓടിപ്പായിക്കോ എന്ത് വേണേ ചെയ്തോ. ഇപ്പൊ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് പ്ലീസ്. എനിക്ക് വയ്യ അഡ്ജസ്റ്റ് ചെയ്യാൻ. എല്ലാ വീട്ടിലും പോയി എല്ലാരും കാണും ഇങ്ങനെ ഇളിച്ചു കാണിക്കണം, തൊഴുത് കാണിക്കണം. എന്താ കുഴപ്പം? നമ്മൾ ഒരാളെ കാണുമ്പോ ഒന്ന് ചിരിക്കണം, ചിലപ്പോ ഒന്ന് തൊഴണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കല്ലേ ഗുണം. പിള്ളേരെ കണ്ടാവുന്ന എടുത്ത് ആട്ടി കളിക്കണം, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ജീവിതത്തിലെ ഒരാളെ നോക്കിയേ ചിരിച്ചിട്ടുള്ളൂ. അതിന്റെതാണ് എന്റെ തലയിൽ ഇങ്ങനെ കെട്ടിക്കയറി വന്ന് നിൽക്കണത്. നീ അങ്ങനെ ചിരിച്ചാൽ മതി ആരെങ്കിലും കാണുമ്പോ. ഇനി ഞാൻ ആരെ നോക്കി ചിരിക്കത്തില്ല, അത് ഞാൻ എടുത്ത തീരുമാനം. പൊന്നൊന്ന് ചിരിക്കേ. എനിക്ക് ചിരി വരത്തില്ലെന്നേ. ആരെങ്കിലും കാണുമ്പോ എന്റെ പൊന്നിതേ ചിരി വരാൻ ശ്രമിക്കണം. ചിരി എനിക്ക് വരുന്നില്ലെന്ന്. വരണോന്ന് നീ വന്നില്ലെങ്കിൽ നമ്മൾ ഇത് കിറി ഇങ്ങനെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് വെച്ചേ, അത്രേ ഉള്ളൂ. ഒന്ന് നോക്കി ഇച്ചിരൂടെ പല്ലെന്നെടുത്ത് പുറത്തോട്ട്. ഇത്രേ ഉള്ളൂ. ഇതൊന്ന് കയ്യില്ലാന്ന് കാണിച്ച്. ഇത് നിനക്ക് ചെയ്തുകൂടെ? ചിരി ഓക്കെ. ഇനി നീ അമ്പലത്തിൽ പോകുമ്പോ എങ്ങനെ തൊഴണത്? തൊഴി. അമ്പലത്തിൽ പോകുമ്പോ നീ എങ്ങനെ തൊഴണം അതല്ലേ? ഒന്ന് സൈഡിലേക്ക് വെച്ച് കുറച്ചും കൂടി ലേശം, എന്നിട്ടൊന്ന് ആ ചിരിച്ചേ. ഇത്രേ ഉള്ളു. ഇത് മതി. ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ച്, പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. എന്നാലും ഇങ്ങനെ ഓരോരുത്തരുടെ മുന്നിൽ പോയി ഇളിച്ചു കാണിക്കുക, തൊഴുക, ഇതൊക്കെ എന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. ഇപ്പൊ നീ നിന്നില്ലെങ്കിൽ മറ്റവളെങ്ങാനും നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജാടയും കാണണം. മറ്റവളാ? ഏത് മറ്റവള്? ഇപ്പൊ ഞാനിവിടെ ഭാര്യയായിട്ടിരിക്കുമ്പോ ഇയാൾക്ക് വേറെ മറ്റവളുണ്ടോ? അവിടെ നിന്നേ. ആഹാ, അവിടെ നിന്നേ അങ്ങോട്ട്. ഞാനറിയാതെ ഏതാ മറ്റവള് നിങ്ങൾക്ക്? എടി, മറ്റവളെന്ന് വെച്ചാൽ രമണന്റെ ഭാര്യ. നീ സ്ഥാനാർത്ഥിത്വം എങ്ങാനും പിൻവലിച്ചു കഴിഞ്ഞാല് അവള് കയറി നിൽക്കും. അവള് കയറി നിന്നാ അവള് ജയിക്കും. അപ്പൊ നമ്മൾ അവിടെ മുമ്പിൽ തെട്ടേണ്ടി വരും. അപ്പൊ ജലജ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വോട്ട് പിടിച്ച് ജയിച്ചാ നമ്മള് പിന്നെ തെണ്ടാ പോകേണ്ടി വരും. ഓരോ കാര്യത്തിന് അവരുടെ വീട്ടിൽ പോകണ്ടേ? ഈ ഒരൊറ്റ കാര്യം കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിന്നിരിക്കുന്നു. വോട്ട് പിടിക്കാൻ എനിക്ക് സമ്മതമാണ്. വോട്ട് പിടിക്കാൻ സമ്മതമുള്ള എന്നാ ഒരു കാര്യം ചെയ്യ്, നീ പോയി റെഡിയാകെ വോട്ട് പിടിക്കാൻ പോകാൻ പാ. പിന്നെ എടി, ഈ ഞാൻ ഭരിക്കുന്നതിന് മുമ്പ് ഇത് ഒറ്റ വരി പാതയായിരുന്നു. ഞാൻ ഭരണത്തിൽ കയറിയപ്പോഴത്തേക്ക് ഇത് 2 വരി പാതയാക്കിയിട്ടുണ്ട്. ഇനി നീ വന്നിട്ട് ഇതൊരു 4 വരി പാതയാക്കിയേക്കണേ. ഞാനെങ്ങനെ 4 വരി പാതയാക്കും? 2 പോസ്റ്റും കൂടെ ഇടണം. പാടുള്ള കാര്യമാണ് അത്. ഇനിയിപ്പോ നമ്മുടെ പിള്ളേര് വലുതായി സ്ഥാനാർത്ഥിയായിട്ട് വേണം ഈ 4 വരി പാത അവരെ കൊണ്ട് 8 വരി പാതയാക്കിക്കാൻ. നടക്കും. പാലം പണിയാൻ നിങ്ങളിട്ട തറക്കല്ലല്ലേ ഇത്? അയ്യോ, തറയുടെ കാര്യം പറഞ്ഞപ്പോ താഴെ വീണേനിപ്പം. ഞാനിട്ട തറക്കല്ല്. നമ്മുടെ തറക്കല്ല് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ജനങ്ങൾക്കൊരു ഇതല്ലേ, പ്രോത്സാഹനമല്ലേ കൊടുക്കുന്നത്, ഒരു പ്രതീക്ഷ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ കാലം കഴിയുമ്പോഴും ആൾക്കാർ നിങ്ങളെ എപ്പോഴും ഓർക്കും. ഈ തറയിട്ട കല്ലാണല്ലോ ഇതെന്ന്. നടക്ക്, അടിച്ച് കേറി വാ. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ അതെ, വർഷങ്ങളായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മതിലാണ്. അതെ, അതിനെ കൊണ്ട് ഒരു പുതിയ പാർട്ടി ഇന്നേ വരെ ഒരാൾക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല. നമ്മളാണ് ബുക്ക് എന്താണ് ഈ FRCS?
ബുക്കഡ് ഓക്കെ നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തു. FRCS എന്ന് പറഞ്ഞാൽ അതെ, പത്രം വായിക്കണം. വെറുതെ ഇങ്ങനെ രാഷ്ട്രീയത്തിന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ലോക വിവരങ്ങൾ തിരഞ്ഞെടുക്കണം. മനസ്സിലായില്ലേ? FRCS എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗമന നിഗമന ഊഗമന നിഗമനം വെച്ച് നോക്കണമെങ്കിൽ ഫെഡറേഷൻ ഓഫ് റിപ്പബ്ലിക് സെലിബ്രിറ്റി സൊസൈറ്റി. ഈ സൊസൈറ്റിയൊക്കെ വന്ന് പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കുമോ? ഓ എടാ മണ്ട, സൊസൈറ്റി അല്ല. ഈ ആഗോളതലത്തിൽ ഒരുപാട് പാർട്ടികളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കും ഇവിടെ വന്ന് മത്സരിക്കണത്. എന്നാലും ഇങ്ങനൊരു പാർട്ടി ഇവിടെ വരുമോ? വരാം, വരാതിരിക്കാം, വരുത്താതെ ഇരിക്കാം. എടി, നമ്മൾ ഈ ചില വീട്ടിലൊക്കെ വോട്ട് ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേ ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് കൈകൂപ്പേണ്ടി വരും, ചിലപ്പോൾ ഉമ്മ കൊടുക്കേണ്ടി വരും. ഉമ്മ കൊടുക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഓ, കുഞ്ഞിന് ഉമ്മ കൊടുക്കണ ആരെയാ ഞാൻ പറഞ്ഞത്? ചേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പണ്ടേതൊക്കെ വിട്ട കേസ, എന്നെ വെറുതെ അതൊന്നും ഓർമ്മിപ്പിക്കരുത്. ഏത് കുഞ്ഞുമോൻ ഉമ്മ കൊടുത്ത കാര്യം? കുഞ്ഞുമോൻ ഉമ്മ കൊടുക്കണ കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞില്ല കുഞ്ഞുമോൻ. നീ കല്യാണം വെച്ച് 2 കുഞ്ഞുങ്ങളുണ്ട്, അപ്പൊ കുഞ്ഞുമോൻ ഉമ്മ കൊടുക്കാൻ. പിന്നെ നിങ്ങൾ എന്നാ പറഞ്ഞത്? എടി, കുഞ്ഞുങ്ങളെ കാണുമ്പോ എടുത്തൊരു ഉമ്മ കൊടുക്കണം, ഒരു വോട്ടിന് വേണ്ടിയാണത്. കുഞ്ഞുങ്ങളായിരുന്നു. ഞാൻ എന്റെ സ്ഥാനാർത്ഥിയുടെ ഭർത്താവിൽ നിന്ന് വിട്ടുപോകുന്നു. വാ, വോട്ട് ചോദിക്കാൻ പോണം. ചരിഞ്ഞ് നടക്ക്, വാ. ആ എന്താണിത്? നിന്നൊക്കെ രാവിലെ ചോരത്തിന് വേണ്ടി പറഞ്ഞു വിട്ടാണ്. പിന്നെ നീ ഇവിടെ വന്ന് ഇത് ഉറക്കം തൂങ്ങി നിൽക്കണ എന്താണ്? ഉറക്കം തൂങ്ങിയാലേ ഞങ്ങൾ അവിടെ ഇവിടെ എഴുതിയതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വേറെ ആരോ ഒന്ന് ബുക്ക് ചെയ്തേക്കണം. ആര് ബുക്ക് ചെയ്ത്? ബുക്കഡ് FRCS. അതാരാണ് FRCS? അതാരാണെന്ന്? അതൊരു പുതിയ പാർട്ടിയാണുള്ളത്. ഞങ്ങളില്ലായിരുന്നല്ലേ ഇത് വർഷങ്ങളായിട്ട് ഇത് നമ്മുടെ മുതലല്ലേ? ഇത് നമ്മുടെ മുതലാണ്, പക്ഷെ മുതൽ അയാളുടെയാണ്. ആരുടെ? വീട്ടുകാരൻ്റെ. ആരാ വീട്ടുകാർ? ഇത് ആരുടെ മുതലിത്? ഇവിടെ അച്ചാനില്ലേ, ഗൾഫിൽ നിന്ന് വന്നാ അച്ചാന്റെ മുതലാണ്. എന്നാൽ ഈ FRCS ആരാണെന്ന് അറിയണമല്ല. അല്ല, അതല്ല, ഇതിപ്പോ നമ്മൾ വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. അത് അയാൾ ചോദിക്കണമല്ലോ, മര്യാദയല്ലേ കാണിച്ചത്? വർഷങ്ങളായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന മുതലേ വേറെ അത് ചോദിക്കാം. നമുക്ക് ചോദിക്കാം. അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. വിളിക്കട്ടെ? വിളി. ചായോ ഇവിടെ ഇപ്പൊ ഉണ്ടാ? ചായ നമസ്കാരം. മനസ്സിലായി? എവിടെയായിരുന്നു? കുറെ നാളായല്ലേ കണ്ടിട്ടൊക്കെ. ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കണ്ടേ? അതെ, വെറുതെ വടി കൊടുത്ത് അടിപടിക്കണം എന്തിനാ? വന്ന കാര്യം പറ. അപ്പം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഞാനല്ല, വൈഫാണ്. തൊഴു. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അങ്ങനെയല്ല, ലെഫ്റ്റിലേക്ക്. ചിരി. സ്ഥാനാർത്ഥിയാണ്, വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നാണ്. ഞാനേ അച്ചായ, നമ്മുടെ ഈ വാതുക്കലെ മതില് വേറെ ആരോ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നു. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പാർട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഴുതാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവിടെ വേറൊരു ബുക്കഡ് FRCS എന്ന് പറഞ്ഞൊരു പാർട്ടി വരച്ചു വെച്ചേക്കണം. അപ്പൊ അത് FRCS എന്ന് പറഞ്ഞാൽ എന്റെ പാർട്ടിയാണ്, പുതിയ പാർട്ടി ഒന്നുമല്ല, എന്റെ പാർട്ടിയാണ്. അച്ഛൻ പുതിയ പാർട്ടി തുടങ്ങിയല്ലേ? ഒരു വാക്ക് പറയണ്ടേ? ഞാൻ കൂടെ നിൽക്കൂലേ മതിലെഴുതാനേ? അല്ല, അതെന്ത് പരിപാടി? അച്ഛൻ ഇങ്ങനെ പുതിയ പാർട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ പാർട്ടി ഓൾറെഡി ഉണ്ടല്ലോ. അല്ല, അതായത് നിങ്ങള് ഫ്രാൻസിസ് എന്റെ ഷോർട്ട് നെയിമല്ലേ എഴുതി വെച്ചേക്കണത്. അല്ല, അത് എന്തിനാ എഴുതി വെച്ചേക്കണെന്നായി ചോദിക്കുന്നത്? നമ്മളല്ല വർഷങ്ങളായിട്ട് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കണേ. അതെ, നിങ്ങൾ ഈ ഇലക്ഷൻ വന്നു കഴിയാൻ നേരത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പോലും ചോദിക്കാണ്ട് ഞങ്ങളുടെ മതല് കുത്തിയും വരച്ചും ഇട്ടിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിലെ കാശ് കൊടുത്തിട്ട് വേണം ഇത് ശരിയാക്കി വെക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഞാൻ എന്റെ സ്വന്തം മതല് എന്റെ സ്വന്തം പേര് എഴുതി ബുക്ക് ചെയ്തിട്ടേക്കുന്നത്. സമാധാനമല്ല? അപ്പൊ ബുക്ക് ചെയ്ത സ്ഥലം ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമുക്ക് എഴുതാം. അല്ല, അവിടെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ വരച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ വരക്കണ ആൾക്കാർക്കൊന്നും ഞാനും എന്റെ കുടുംബം വോട്ട് ചെയ്യല്ല. നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞിട്ടൊന്നും കാണേണ്ടി വരും നമ്മൾ തമ്മിൽ. അതെന്തിനാണാവോ? അല്ല, എനിക്കൊരു സംശയം. ആ മതില് പഞ്ചായത്തിന്റെ സ്ഥലത്തേക്ക് 1 മീറ്റർ കയറി നിൽക്കുക. അതൊന്ന് അളന്നിട്ട് പൊളിക്കേണ്ടി വരും. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അതെ, ഞാൻ അധികം അങ്ങോട്ട് ഇളക്കാൻ നോക്കണ്ട, ഉണ്ണിമോൻ പോവാൻ നോക്ക് കേട്ടോ. ശരി എന്നാ, ശരി, ഓക്കെ. മാഷേ, എന്തുണ്ട് മാഷെ? കുറെ നാളായല്ലേ കണ്ടിട്ട്. ഞാനിവിടെ ഉണ്ട്. സുഖല്ലേ? ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങും, ഇങ്ങനെ പോവും, അങ്ങനെയുള്ള ലൈഫ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാ? എന്താ സാറേ, മറന്നു പോയാ? മാഷല്ലടാ, ഒക്കെ എത്രയോ ഒന്നും ഓർമ്മ കിട്ടൂല. എന്നാലും മാഷ് എന്നെ മറന്നത് ശരിയായില്ല. എന്റെ വികൃതിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കണത് മാഷിന്റെ കയ്യിൽ നിന്നാണ്. ഓ, അന്നൊക്കെ പിള്ളേരെ തള്ളാനുള്ള അവകാശമൊക്കെ അധ്യാപകർക്ക് ഉണ്ടായി. ഇന്ന് പിള്ളേരെ തള്ളി കഴിഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്തു അധ്യാപകർ. കാലം പോയ പോക്ക്. ഞാൻ നമ്മുടെ ഉണ്ണിമോനില്ലേ, മറ്റേ പഴയ വാർഡ് മെമ്പർ. അതെ, പുള്ളി ഒന്ന് കാണാൻ പോവാ. അവനാണ് ഇപ്പൊ നമ്മുടെ വാർഡ് മെമ്പർ. ഞാൻ അറിഞ്ഞു. അവന്റെ വൈഫാച്ചാണ് ഇപ്പൊ നിക്കാൻ പോണത്, പുതിയതായിട്ട് നിക്കാൻ പോണത്. അതെ, എന്റെ ചേട്ടന്റെ മോനെ പഞ്ചായത്ത് ക്ലർക്കിൽ ഒരു പോസ്റ്റിന് വന്നിട്ടുണ്ട്. അവനോട് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ അതിന്റെ കാര്യം ഒന്ന് സംസാരിക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു. അവൻ എന്റെ ശിഷ്യനല്ലേ, ഞാൻ വേണേ വിളിച്ചു പറയാം.
അത് നമുക്ക് ശരിയാക്കി ഒന്ന് എടുക്കാം. സഹായിച്ചിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ 5-8 വോട്ടുള്ളതല്ലേ? 5-8 അച്ഛനും അമ്മക്ക് വോട്ടില്ലേ? അച്ഛന്റെ പേര് ലിസ്റ്റിൽ എടുക്കാൻ വേണ്ടി സമയത്ത് ആ ആശുപത്രി പോയിരിക്കുമായിരുന്നു ആര്? അച്ഛൻ. ആ അപ്പൊ ലിസ്റ്റിൽ വന്നിട്ടില്ല. പിന്നെ ഉള്ളത് ചേട്ടനും അനിയത്തിയാണ്. അവർക്കില്ലേ വോട്ട്? അവര് പക്ഷെ പുറത്താണ് ജോലി ചെയ്യണത്. അപ്പൊ ഈ ഇതിന്റെ സമയത്ത് വരില്ലേ? ഇല്ലില്ല, ലീവൊന്നും കിട്ടില്ല. നിനക്കും ഭാര്യയൊക്കെ ഇല്ലേ? എൻ്റെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അന്ന് ആ സർട്ടിഫിക്കറ്റിന്റെ ഒരു മിസ്സിങ് കാരണം അതിൽ ലിസ്റ്റിൽ വന്നിട്ടില്ല. വൈഫാണെങ്കിൽ വൈഫിന്റെ വീട്ടിലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇല്ല? ഇവിടെ ഇല്ല, വീട്ടിൽ വോട്ടേ ഇല്ല. വോട്ടേ ഇല്ല. എന്ത് ചെയ്യും? എടാ, വോട്ടുള്ളവര് ചെയ്തിട്ട് അവർക്കൊരു കാര്യവും അവൻ ചെയ്യണില്ല. പിന്നെയല്ലേ വോട്ടില്ലാത്ത നിന്റെ കുടുംബത്തിന്? നീ ഇപ്പൊ അവനെ കാണാൻ പോവുകയാണ്. ആ നേരത്തിന് നീ പെട്രോൾ അടിച്ച് പുറകോട്ട് പോകും. എന്നാ ഒരു വഴിയില്ല മാഷെ. എന്ത് വഴി? പെരുവഴി അല്ലാണ്ട്. മാഷേ, ആ നമസ്കാരം മാഷേ. എപ്പോ വന്നപ്പോ? നീ ഇവിടെ ഞാൻ 2 ദിവസമായി മാഷേ. നാട്ടിലുണ്ടാ? നാട്ടിലുണ്ട്. ഞാൻ ഇന്ന് മാഷിനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കണായിരുന്നു. എന്നാ ഇനി പോണേ? ഇനിയിപ്പോ ഒരാഴ്ച ഉണ്ട് മാഷേ. ഞാനിവിടെ സുഖമായിരിക്കണോ? സുഖമായിട്ടിരിക്കണം. നന്നായിരിക്കട്ടെ. പിന്നെ ഞാൻ മാഷിനെ ഒന്ന് കാണാനിരിക്കണായിരുന്നു. ആ നമ്മുടെ മാഷിന്റെ ഒരു ശിഷ്യനുണ്ടല്ലോ, ഉണ്ണിമോൻ. ആ ഉണ്ണിമോൻ. ഉണ്ണിമോൻ. അവന്റെ പെണ്ണുമ്പുള്ളിയാണ് ഈ പ്രാവശ്യം നമ്മുടെ ഈ വാർഡിൽ ഇലക്ഷന് നിൽക്കുന്നത്. ഉണ്ണിമോനല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പാട്? അതെ 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 അതെ. അവനായിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു അംഗമൊക്കെ വെട്ടിയിട്ട് നിൽക്കണേയാണ്. ഇത്തിരി പ്രശ്നത്തിലാണ്. എന്തുമാത്രം ശത്രുക്കളാണെന്ന് അറിയാമോ അവന് മാത്രമോ അവന്റെ പെണ്ണുമ്പുള്ളക്കും? അല്ല, ശത്രുക്കൾ ഉണ്ടെങ്കിലേ നമുക്ക് ഉയർച്ചയും വളർച്ചയും ഒക്കെ അതൊക്കെ ഉള്ളതാണ്. പക്ഷേ എനിക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഈ ശത്രുത കാരണം ഇവനൊക്കെ ഇനി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ചെയ്ത ജനങ്ങൾ ഇരുന്ന് പൊട്ടിക്കരയും. എന്തിന്? ഇവനോടും പെണ്ണുമ്പുള്ളനോടുള്ള ഇഷ്ടം കൊണ്ടാ? സങ്കടവും സ്നേഹവും സഹതാപവും കൊണ്ടൊന്നുമല്ല. പിന്നെ ഇവനെയൊക്കെ ഒരിക്കൽ കൂടി ഇനി കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മരിച്ചിട്ട് നരകത്തിൽ ചെല്ലണമല്ലോ എന്ന് ഓർത്തിട്ടാ. അതുള്ളതാണ്. പിന്നെ ഈ ദിവ്യ ഉണ്ണി എന്നുള്ള പേര് മാറ്റിയിട്ട് ഒരു സുഖം തോന്നല്ല. ദിവ്യ ഉണ്ണി എന്നുള്ള പേരിൽ അതെ, ആ ഉണ്ണി എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ദിവ്യ സജീവനെന്നോ ദിവ്യ രാഘവനെന്നോ അല്ലെ ദിവ്യ കുഞ്ഞുമോനെന്നോ ആക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. നിനക്കറിയാം എവിടെയാ കേസ് കിട്ട്? എനിക്കെങ്ങനെ അറിയാം? നിന്റെ കേസ് കിട്ട് ഞാൻ മാത്രമേ അറിയാതുള്ളൂ, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്താ സംഭവം? ഒന്നുമില്ല, ഇനി അത് ഞാൻ വിവരിച്ച് പറഞ്ഞു തന്നെ അങ്ങോട്ട്. അല്ല, കുഞ്ഞുവിന്റെ കേസിൽ ഞാൻ പറഞ്ഞുണ്ടാക്കി തന്നോ? അറിഞ്ഞെങ്കിൽ അറിഞ്ഞോട്ടെ, ഓക്കെ, കുഴപ്പമില്ല. എന്റെ പേരിന് എന്താ കുഴപ്പം? ഏതാ എന്റെ പേരിന് എന്താ കുഴപ്പം? ഉണ്ണി എന്നുള്ള പേരിന് എന്താ കുഴപ്പം? അല്ല, ഉണ്ണി എന്നുള്ള പേര് ഇപ്പൊ മൊത്തത്തിലൊരു ചെറിയ പ്രശ്നമായിട്ടിരിക്കണേന്നല്ല. അല്ല, ഈ വെണ്ണ കെട്ടത് ഉണ്ണിക്കണ്ണനാണ്. പിന്നെ അമ്പലത്തിലെ പാളി കെട്ടത് ഒരു ഉണ്ണിയാണ്. അദ്ദേഹം ഇപ്പൊ പണിപാളി നടക്കണേണ്. നീ പഞ്ചായത്തിലെ വല്ല വിഗ്രഹം പോയി കഴിഞ്ഞാൽ ഉണ്ണിയാണല്ലോ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ രാവിലെ മുതൽ വോട്ട് പിടിക്കാൻ നടക്കും. ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങാനുണ്ട്. അല്ല, ആദ്യം വോട്ട് പിടിക്കാം. ഞാനലിക്കണ പേരല്ല, ഈ ഉണ്ണി എന്നുള്ള പേര് മാറ്റിട്ട് വല്ല സണ്ണീന്നാക്കിയാലോ. ഒന്ന് പോടാ. ഞാൻ വല്ലം. അയ്യോ, ചെറിയ പ്രശ്നമുണ്ട്. എന്തുപറ്റി? ഞങ്ങൾ ആ ഭാസ്കരൻ മതിലില്ലേ, നമ്മുടെ ഇന്നലെ അങ്ങ് എഴുതാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അവിടെ മൊത്തം കറ പിടിച്ച് പായൽ പിടിച്ച് ആകെ നാശമായിട്ടിരിക്കണായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി മറ്റേ സാധനമൊക്കെ ഇട്ട് ചേരണ്ടി കഴുകി വൈറ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ട് അടിപൊളി പുത്തൻ പെയിന്റ് പോലെ. അവസാനം ഞങ്ങൾ ഇന്നിപ്പോ എഴുതാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അതിനകത്ത് പരസ്യം പതിക്കരുന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണ അയാള്. ആര്? ഭാസ്കരൻ ചേട്ടനാ? അത് നല്ല മര്യാദകളാണല്ലോ കാണിക്കണത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എവിടെ നിങ്ങൾ കുറച്ച് ചെളിയൊക്കെ വാരി ആ മതില് വൃത്തികേടാക്കി നശിപ്പിച്ച് കളാം. പഴയതുപോലെ അതിലും വൃത്തികേടാക്കി കളാം. അങ്ങനെ ചെയ്യണം. പിന്നെ അല്ലാണ്ട് പിന്നെ നമ്മുടെ പെയിന്റും പോയി എല്ലാം പോയില്ലേ? പിന്നെ അല്ലാണ്ട് നമുക്ക് അങ്ങനെ ഓക്കെ. ഒന്ന് ചിരിക്ക എന്റെ ദിവ്യേ. വോട്ട് പിടിക്കാൻ പോവാ.